ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഇങ്ങനെ കളർ ഷീറ്റ്സ് ഉണ്ടായിരുന്നു. ഇതെൻ്റെ ചേച്ചി എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് പോലെയൊക്കെ തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് അങ്ങനെ ഷെൽഫിൽ കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഞാനതിൻ്റെ കാര്യം മറന്നേ പോയി കേട്ടോ. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ. അങ്ങനെ ഷീറ്റെല്ലാം എടുത്ത് അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത്ര അളവിലാണ് കേട്ടോ ഞാൻ വെട്ടിയത്. മുകളിലെ വീതി ഞാനൊരു 7.5 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. നീളം ഞാൻ അതൊരു ഫുള്ളെടുത്തു. പിന്നെ പശ അതിൻ്റെ ഒരു സൈഡിൽ മാത്രം തേച്ചിട്ട് നല്ല പോലെ ഇങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ നല്ല പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി വീഡിയോ ഇടുകയാണെങ്കിൽ ഹായ് പറഞ്ഞോളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പേര് ഞാൻ പറയാം. അക്ഷിത, തീർത്ഥ, പുണ്യ, ഈ 3 കുട്ടികളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ഹായ്. അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ചെടുത്തതിന് ശേഷമായിട്ട് ഇതൊന്ന് മടക്കുക. ഞാനിപ്പോൾ ഇത് 4 ആക്കിയിട്ട് മടക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വെട്ടാനുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് 4 ആക്കി വെട്ടുന്നതല്ല കേട്ടോ, മടക്കുന്നത്. തെറ്റിപ്പോയി. 4 ആക്കി ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഉൾഭാഗം ചുരുങ്ങി പോകാൻ നോക്കണം. ചുരുങ്ങി പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതിന് ശേഷമായിട്ട് ഇതൊന്ന് ഇങ്ങനെ കുനുകുനാന്നരിയണോ കുനുകുനാന്നിങ്ങനെ വെട്ടണം. എനിക്ക് ഇഷ്ടമുള്ളത്ര വീതിയിലൊക്കെ വെട്ടാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വീതി കുറച്ചാണ് വെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ വെട്ടി കൊണ്ടുവരിക. വെട്ടുമ്പോൾ ഒന്നിൻ്റെ മേലിൽ വെട്ടാതെ സൂക്ഷിക്കണം. കാരണം എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അതിന് സൈഡിലത്തെ ആയതുകൊണ്ട് ഞാൻ ആ സൈഡ് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെ ഞാൻ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ നമ്മൾ നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ പേര് വെച്ച് ചെയ്യുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെയ്യാനായിട്ട് ഒരു തപം പിടിയില്ലാതെ ഞാൻ നിൽക്കുന്നത്. അതിന് ശേഷമായിട്ട് അതെടുത്തിട്ട് നല്ല രീതിക്ക് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാൻ വേറെ പേപ്പർ എടുത്തിട്ട് ഗോൾഡൻ പെയിൻറ്റ് അടിച്ചെടുത്തതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മഞ്ഞ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുത്തോളൂ. അതെടുത്തിട്ട് ഞാൻ പശ തേച്ച് ഒട്ടിച്ചു കേട്ടോ. നമ്മൾ നേരത്തെ പൂജ ചെയ്യാനായിട്ട് ചെയ്തില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അതിന് ശേഷം അത് ആ കമ്പിൽ ഒന്ന് ചുറ്റി ഒട്ടിക്കുക കേട്ടോ. വലിയ പാടൊന്നും ഉണ്ടാവില്ല. അതിന് ശേഷം ഈ പൂവിൻ്റെ ഇതിലേക്ക് ഒട്ടിക്കുക. ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും, കാരണം ഇതിങ്ങനെ കട്ടി കുറച്ച് കൂടിയതുകൊണ്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ കുറച്ച് പ്രയാസം ഉണ്ടാവും കേട്ടോ. എന്തോ ഭാഗ്യം എന്ന് പറയട്ടെ, എനിക്കത് വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല കേട്ടോ. എങ്ങനെയൊക്കെയോ അത് ഒട്ടി വന്നു. എങ്ങനെ ഒട്ടിയെന്ന് തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. ഞാൻ വിട്ടപ്പോഴനുസരിച്ച് മൊത്തത്തിൽ അങ്ങോട്ട് പറഞ്ഞിട്ട് ഊരി പോരുന്നത് ഞാൻ വിചാരിച്ചു കേട്ടോ. പക്ഷെ ഊരി പോകുന്നില്ല. പിന്നെ പശയെല്ലാം വെച്ചൊന്ന് ഒട്ടിച്ചെടുത്തു കേട്ടോ. ഇത് നമ്മൾ ഒട്ടിക്കാൻ നേരത്തെ മുകളിലേക്ക് ഇങ്ങനെ കയറിയിരിക്കുന്നുണ്ടാവുക. അതിൻ്റെ ആ ഒരു മഞ്ഞ കളർ ആ പോർഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് പിടിച്ച് ജസ്റ്റ് ഒരു പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിതാ ഈ കാണുന്ന പോലെ മാറും കേട്ടോ. അപ്പോൾ ഞാനൊരു കുറവ് കണ്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലയാണ് കേട്ടോ ഞാനൊരു കുറവ് കണ്ടത്. അങ്ങനെ ആ ഇല എടുത്ത് ജസ്റ്റ് അതിൻ്റെ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷമായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. എൻ്റെ ഒരു പശ തീരില്ല. പശക്കുപ്പിയിലത്തെ പശയുടെ ആത്മാവ് വരെ എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് ഇങ്ങനെ ഒരുപാടെണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. വേറെ പൂക്കളാണ് കേട്ടോ. അങ്ങനെ പൂക്കൾ മാത്രം പോരല്ലോ, പൂക്കളിട്ട് വയ്ക്കാനൊരു ഫ്ലവർ വേസും കൂടെ വേണമല്ലോ. അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നൊരു ഐസ്ക്രീം ചിപ്പ് ഞാനിതാ പെയിൻ്റടിച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്തു. അതിന് ശേഷം എൻ്റെ കയ്യിൽ കുറച്ച് കളർ കല്ലുകളുണ്ടായിരുന്നു കേട്ടോ. പണ്ട് മീൻ വാങ്ങിച്ചപ്പോൾ നമ്മുടെ ഈ കളർ ഫിഷുകളുണ്ടല്ലോ, അത് വാങ്ങിച്ചപ്പോൾ അതിനെ ഇട്ട് വയ്ക്കാൻ വേണ്ടി രസത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. അത് അതിനകത്തിട്ട് വെച്ചു. പിന്നെ നമ്മൾ ഫ്ലവർ വെച്ചിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ നമ്മുടെ കളർ കല്ലുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അത് വീണ്ടും വെച്ചു.
ഇപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യാം കേട്ടോ. നെയിം മീറ്റിംഗ് ചാലഞ്ച് എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.